എന്നാൽ ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഇവിടെ മരിച്ചതുകൊണ്ട്, കയറി തൂങ്ങിയതുകൊണ്ടോ, കത്തി കൊണ്ട് കുത്തിയതുകൊണ്ടോ, തോക്കുകൊണ്ട് വെടിവെച്ചത് കൊണ്ടോ ഒന്നും നിന്റെ പ്രശ്നം തീരുകയില്ല. കടലിൽ ചാടിയാൽ, കായലിൽ ചാടിയാൽ പ്രശ്നം തീരുകയില്ല. കാരണം ഇവിടെ നീ മരിച്ചാൽ തുറക്കുന്നത് അക്കരെയാണ്. അതുകൊണ്ട് നിന്റെ പ്രശ്നം ഇവിടെ തീരുകയിൽ ആത്മഹത്യ കൊണ്ട്. അതുകൊണ്ട് കത്തിയിൽ അവസാനിപ്പിക്കാതിരിക്കണം ജീവിതം. ആത്മഹത്യാ പ്രേരണയ്ക്ക് നമുക്കറിയാം എന്താണ് കാരണം. പ്രണയ നൈരാശ്യമാണ് പ്രഖ്യാപനമുള്ള ഈ ആത്മഹത്യ കാരണം. പിന്നെ ബിസിനസ്സിലെ പരാജയം, അങ്ങനെ പലരും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് മറ്റു ചിലതായിരിക്കുന്ന സമ്മർദ്ദങ്ങൾ. ഇങ്ങനെ വരുമ്പോഴാണ് അത് ദാമ്പത്യ ജീവിതത്തിലെ പരാജയം. ഇങ്ങനെ പലരും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആത്മഹത്യാ നിരക്ക് നമ്മുടെ കേരളത്തിൽ വളരെയേറെ വർദ്ധിച്ചിരിക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞാൽ, ആത്മഹത്യ പ്രശ്നപരിഹാരമല്ല യാതൊന്നിനും. അതുകൊണ്ട് മനുഷ്യൻ്റെ പാപമാണ് അവൻ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. ഞാൻ പറഞ്ഞ ആത്മഹത്യ മനുഷ്യൻ മനസ്സോടെ നടക്കുന്ന നരകത്തിലേക്ക് പോകുന്നതാണ്. അതാണ് യഥാർത്ഥത്തിൽ. അങ്ങനെയാണെങ്കിൽ ഈ മരിക്കാൻ തുടങ്ങുന്ന ആളുകൾ ആത്മഹത്യ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എന്താണ് ഈ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ? ആത്മഹത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം മരിക്കുക അല്ലേ? മനുഷ്യൻ മനസ്സോടെ മരിക്കുന്നതിനാണ് ആത്മഹത്യ. പക്ഷേ ഞാനങ്ങനെ സമ്മതിക്കുകയില്ല. ആത്മഹത്യ എന്ന് പറയാൻ മനുഷ്യൻ മനസ്സോടെ മരിക്കുന്നതാണ്. അത് ഈ ശരീരത്തിൽ നിന്ന് ജീവനെ വേർപെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടത്തുന്നത്. ഇതല്ല ആത്മഹത്യ. യഥാർത്ഥത്തിൽ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മനസ്സോടെ നരകത്തിലേക്ക് പോകുന്നതാണ്. അതാണ് യഥാർത്ഥ മരണം. അതുകൊണ്ട് മനുഷ്യൻ മനസ്സോടെ നരകത്തിലേക്ക് പോകുന്നതാണ് യഥാർത്ഥ ആത്മഹത്യയെങ്കിൽ, രക്ഷിക്കപ്പെടാത്ത ഏവരും ഈ ആത്മഹത്യയിലാണ്. ഇവിടെയും ഇപ്പോൾ ദുബായിലും ഈ സദസ്സിലും അങ്ങനെയുള്ള ആളുകളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഈ പാപത്തിൽ തന്നെ ജീവിക്കുന്നു എങ്കിൽ നിങ്ങൾ ആത്മഹത്യാപരമായി ജീവിക്കുകയാണ്. പാപം നിങ്ങളെ നയിക്കുന്നത് ഈ ഭയാനകമായ ആത്മഹത്യയിലേക്കാണ്. ഇവിടെ കുറേ ആത്മഹത്യയുടെ ചരിത്രമൊക്കെ കേട്ടിട്ടുണ്ട്, ഇവിടെയും നടന്നിട്ടുണ്ട്. അത് എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. എവിടെയും ആത്മഹത്യകൾ നിരന്തരം. ആത്മഹത്യയ്ക്ക് ഇപ്പോൾ സാധൂകരണം നൽകുന്ന പുസ്തകം ഇംഗ്ലണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കോപ്പി എനിക്കും കിട്ടിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആത്മഹത്യയ്ക്ക് ന്യായീകരണം നൽകുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം നീ മനസ്സിലാർത്ഥത്തിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. കർത്താവായ യേശുവിനെ സ്വീകരിക്കാത്ത ആരാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ നേരെ കയറോ കത്തിയോ കായലോ തേടിയില്ല എന്ന് വന്നാലും നിങ്ങൾ പാപത്തിലാണ് ജീവിക്കുന്നു എങ്കിൽ ആത്മഹത്യാപരമായ ജീവിതമാണ് നിങ്ങളുടേത് എന്ന് പറഞ്ഞിട്ട് അടുത്ത പോയിന്റിലേക്ക് വരിക.